വെൽക്കം ടു പൂർണ്ണ. ഇന്ന് നമ്മൾ നാരായണപേട്ടിൻ്റെ കുറച്ച് കളക്ഷൻസ് ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ കുറച്ച് കസ്റ്റമേഴ്സ് നമുക്ക് കുറച്ച് കളേഴ്സ് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഇത് അവൈലബിൾ ആണെന്ന് ചോദിച്ചിരുന്നു നമ്മുടെ പേജിൽ. ആ ടൈമിൽ അത് അവൈലബിൾ ആയിരുന്നില്ല. ഇപ്പം നമ്മൾ ഒരു 7 ഷെയ്ഡ് നമ്മൾ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ പേജിൽ. അതിൽ ഫസ്റ്റ് വൺ ഞാൻ ഈ ഉടുത്തിരിക്കുന്ന കളറാണ്. നല്ല ഡീപ്പ് മെറൂൺ കളറിൽ ഭയങ്കര തിന്നായിട്ടുള്ള ബോർഡറാണ് വന്നിട്ടുള്ളത്. ബ്ലൗസ് പീസും സെയിം തന്നെയാണ് വരുന്നത്. ഈ തിൻ ബോർഡർ വെച്ചിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്. പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ടാസിൽസ് ഉണ്ട്. അതുപോലെ ഒരു ലൈറ്റ് ബേബി പിങ്ക് ഷെയ്ഡിനെ കോൺട്രാസ്റ്റ് ചെയ്തിട്ടാണ് പല്ലു പോർഷൻ വരുന്നത്. നമുക്ക് ബാക്കി 6 ഷെയ്ഡും കൂടെ നോക്കാം കേട്ടോ. ഇനി ഫസ്റ്റ് വൺ വരുന്നത് നല്ല പീക്കോക്ക് ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ട് ഒരു ഡ്യുവൽ ടോൺ ആണ് വരുന്നത്. നല്ലൊരു നമുക്കൊരു റയറായിട്ട് കാണുന്ന ഒരു കളറാണത്. ദെൻ സെക്കൻഡ് പീസ് വരുന്നത് ഒരു പിങ്ക് ആണ്. ഇതിലും ഒരു ഡ്യുവൽ ടോൺ ആണ് വരുന്നത് കേട്ടോ. നല്ലൊരു ചെറിയൊരു ബോർഡർ, എല്ലാത്തിനും ഒരു തിൻ ബോർഡർ ആണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു കളറാണ്, നമുക്ക് പറയാൻ പറ്റാത്ത റയർ ആയിട്ടുള്ള ഒരു കളറാണ് ഇത് രണ്ടും. ദെൻ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഒലിവ് ഗ്രീനിലോട്ട് പോകുന്ന ഒരു കളറാണ്. അത്രയും ഡാർക്ക് അല്ല, അത്രയും ലൈറ്റർ ടോൺ അല്ല. ഇതും നല്ല റയർ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കളറാണ്. ഇതിന് കോൺട്രാസ്റ്റ് ചെയ്യുന്നത് ഒരു വയലറ്റ് കളറാണ്. നല്ലൊരു പീസാണ്, നല്ല റയർ ആയിട്ടുള്ള ഒരു കളറാണ്. ബ്ലൗസ് പീസും സെയിം കളർ തന്നെയാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ്. നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ്. ഇതിനും ചെറിയ സ്മോൾ ആയിട്ടുള്ള ഒരു ബോർഡേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ബ്ലൗസ് പീസ് വരുന്നത് സെയിം തന്നെയാണ്, കോൺട്രാസ്റ്റ് ഒന്നല്ല. നല്ലൊരു ഗ്രീൻ ആണ്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് ആണ്. ഇതാണ് നമ്മുടെ അടുത്ത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിരുന്ന ഒരു കളറ്. ഇപ്പം നമ്മുടെ പേജിൽ അവൈലബിൾ ആണ്. സെയിം തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ. തിൻ ബോർഡർ തന്നെയാണ് ഇതിനും വരുന്നത്. ദെൻ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂ കളറാണ്. നല്ലൊരു ബ്ലൂ ആണ്. ഇതിനും സെയിം തന്നെ ഒരു ചെറിയ ബോർഡർ ആണ് വരുന്നത്. കറന്റ് നമ്മുടെ പേജിൽ ഈ 7 ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ ഏതാ ഇഷ്ടമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. താങ്ക്